വഴക്കുണ്ടാക്കി അയ്യോ ഷാനവാസ് അയ്യോ സബുമാൻ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കി എനിക്ക് മലയാളം അറിയില്ല അങ്ങോട്ട് ചോദിക്കൂ ഇങ്ങോട്ട് ചോദിക്കൂ. ഇന്ന് ജിസേലിനെ അടിച്ചിരുത്തിയിട്ടുണ്ട്, മറ്റാരുമല്ല നമ്മളുടെ ലക്ഷ്മി. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ട് ബോധിച്ച്. അവിടെ എനിക്ക് എഴുതി ഇറങ്ങാൻ പറയുന്നുണ്ട്. ആ സമയത്ത് നൂറ പോയിട്ട് ബോട്ടിൽ തട്ടിക്കളയുന്നു. അപ്പൊ ആദിലെ നൂറയും കൂടെയാണ് ഇപ്പോൾ അനീഷിനെ പുറകെ നടന്ന് ശല്യം ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്യുന്നത്. ആ മുടി കിടന്നപ്പോൾ അത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ശരിയല്ലേ? ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്തായാലും ഇന്നും ടാസ്ക് കുളമായി. എന്തായാലും ടാസ്ക് എന്ന് പറഞ്ഞാൽ അവിടെ കുളവാക്കാനുള്ളതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. വേറൊന്നും കൊണ്ടല്ല, അവിടെ എല്ലാവരും വ്യക്തിപരമായിട്ടാണ് ഓരോ ടാസ്കും എടുത്ത് കളിക്കുന്നത്. എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിനക്കും വേണ്ട, ആ ഒരു സിസ്റ്റം. ബിഗ് ബോസ് ഇനി എന്ത് ടാസ്ക് കൊടുത്തെന്ന് പറഞ്ഞാലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതിനുശേഷം ബിഗ് ബോസ് ഒരു ഡിബേറ്റ് ടാസ്ക് കൊടുത്തായിരുന്നു. അതിലും ബിഗ് ബോസ് പറഞ്ഞിരുന്നത് ഈ ടാസ്ക് ലെറ്റർ കൊടുക്കുമ്പോൾ ടാസ്ക് വായിച്ച് മനസ്സിലാക്കി ഗെയിം കളിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് രണ്ടുപേരും രണ്ട് ടീമായിട്ട് മാറിയിട്ട് സംസാരിക്കുക. ഒരാൾ പ്രതിരോധിക്കുക, ഒരാൾ അതിനെക്കുറിച്ച് സംസാരിക്കുക. രണ്ടാമത് പറഞ്ഞത് നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ കയറുന്നതിന് മുമ്പ് ഇന്റർവ്യൂവിന് വന്നപ്പോൾ ബിഗ് ബോസിനോട് പറഞ്ഞതിനൊക്കെ വിപരീതമായിട്ടാണല്ലോ ഇവിടെ നടക്കുന്നത് എന്നൊരു ടീം, അതിനെ കൗണ്ടർ ചെയ്യാൻ മറ്റൊരു ടീം. എന്തായാലും ബിഗ് ബോസ് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്, നിന്നെ ഒന്നും കൊണ്ട് ഒരു ഗുണവും ഇല്ല, നീ ഒന്നും അവിടെ കളിച്ചിട്ട് ഒരു കാര്യവും ഇല്ല, നിങ്ങൾ ടാസ്കിനെ ടാസ്ക് ആയിട്ട് കാണുന്നില്ല. അതുപോലെ തന്നെ ഇന്റർവ്യൂവിന് വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം വിപരീതമായിട്ടാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതും അകത്ത് കയറിയപ്പോൾ വിധം മാറി, ചുരുക്കം പറഞ്ഞാൽ. പക്ഷെ ഇതൊക്കെ അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും പൊട്ടന്മാർക്ക് മനസ്സിലാവുന്നുണ്ടായോ? ആർക്കും മനസ്സിലാകുന്നില്ല. ഇനി ഇതല്ല, ഇനിയിപ്പോ ഈസി ആയിട്ടുള്ള ഗെയിം കൊടുത്താലും ഇതൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. നമ്മൾക്കൊക്കെ അറിയാം, സീസൺ 5 മാരാറിന്റെ ഒരു മറ്റേ കല്ല് ഒളിപ്പിച്ച് വെക്കുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. വജ്രക്കല്ലെന്ന് നമുക്ക് പറയാം, അത് കുറച്ച് പവറുള്ള കല്ലാണ്. ആ ഗെയിമൊക്കെ എന്ത് രസമായിട്ടാണ് അവർ കളിച്ചത്, അത് ഒളിച്ചു വെക്കുന്നതും എല്ലാം. ഇത്രയും പേഴ്സണലായിട്ട് എടുത്ത് ഗെയിം കളിക്കുന്നവർ കുറവായിരുന്നു. അതിനകത്ത് പേഴ്സണലായിട്ട് എടുത്ത് ഗെയിം കളിക്കുന്ന ജുനൈസും ഈ പറയുന്ന ശോഭയൊക്കെ ഉള്ളായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ഗെയിം കളിക്കുന്നതെന്ന് പറഞ്ഞാലും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ എടുത്തു വെച്ച് ഒരാളുടെ വലിയമായിട്ടൊരു പ്രതികാരമൊന്നും ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ലായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും പ്രതികാരമാണ്. ഒനീലിന് അക്ബറിനെ കണ്ടുകൂടാ, അക്ബറിന് ഒനീലിനെ കണ്ടുകൂടാ, ഇവരെ ആരെയും മറ്റുള്ളവർക്ക് കണ്ടുകൂടാ. അങ്ങനെ ഒരു സിസ്റ്റമാണ്. ടാസ്ക് മൊത്തത്തിൽ കുളമായി. അനീഷ് കുറച്ച് നെഗറ്റീവായി. അത് ഞാൻ പറഞ്ഞു വരാം. അനീഷിന്റെ നെഗറ്റീവ് പറയുന്നവർക്ക് എനിക്ക് കുറച്ച് മറുപടി പറയാനുണ്ട്. അനീഷിന് അങ്ങനെ നെഗറ്റീവ് ആയെന്ന് പറയുന്നു, അനുമോളെ നെഗറ്റീവ് ആക്കുന്നു. അങ്ങനെ ആദിലെ പിന്നെ പക്കാ നെഗറ്റീവ്, അത് സത്യമായ കാര്യം. അവിടെ ഇപ്പോഴാണ് അനുമോൾക്ക് ഒരു ഗെയിം എന്ന് പറഞ്ഞ ഗെയിമിലേക്ക് വരാൻ കഴിഞ്ഞത്. ഓരോരുത്തർ പറയുമ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അനുമോൾ അവിടെ നെഗറ്റീവ് ഗെയിം കളിച്ചു എന്നാണ്, ഈ ടാസ്കിനെ നശിപ്പിക്കാൻ. ശരിയാണ്, ടാസ്കിൽ ആർക്കും ഞാൻ കോയിൻ കൊടുക്കില്ല, അങ്ങനെ ഒരാളും ഇപ്പൊ കോയിൻ വാങ്ങിച്ച് അങ്ങനെ നോമിനേഷൻ ഫ്രീ വരണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഞാൻ കൊടുക്കുന്ന കോയിൻ വാങ്ങിച്ചിട്ട് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വരണ്ട എന്നൊക്കെ ഒരു ആദ്യമേ വിചാരം ഉണ്ടായിരുന്നു അനുമോൾക്ക്. അതെല്ലാം സത്യമാണ്, അതെല്ലാം ഗെയിമിന്റെ ഭാഗമാണ്. അനുമോൾ ഇന്ന് അനീഷിനോട് പറഞ്ഞ കാര്യം എന്താണ്? ഒരു ബോട്ടിലിനകത്ത് മുടി കടന്നു. ആ മുടി കടന്നപ്പോൾ അത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ശരിയല്ലേ? ഇപ്പം നമ്മൾ തന്നെ ഒരു കമ്പനിയുടെ സാധനം ഒരു കടയിൽ പോയി വാങ്ങിക്കുന്നു, ഒരു ജ്യൂസ് എന്ന് വിചാരിച്ചോളൂ. അതിനകത്ത് ഇതുപോലൊരു മുടിയോ എന്തെങ്കിലും കിടന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ കമ്പനിയുടെ സാധനം വാങ്ങിക്കുമോ? ഒരിക്കലും വാങ്ങിക്കത്തില്ല. നമുക്ക് എപ്പോഴും ആ കമ്പനിയുടെ സാധനം എടുത്താൽ നമുക്ക് അന്ന് മുടി കിടന്നതാണെന്ന് നമ്മൾ പറയും. അനീഷ് പറയുന്നുണ്ട് ഒരെണ്ണം മാറ്റി വെച്ചിട്ട് മറ്റുള്ളത് എടുക്കാൻ പറയുന്നുണ്ട്. അപ്പൊ പറയുന്നത് പറ്റത്തില്ല, എല്ലാം റിജക്ട് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് കാര്യമല്ലേ? ഒരു കമ്പനി കൊണ്ടുവരുന്നു, ആ കമ്പനി കാണിക്കുന്ന ഒരെണ്ണത്തിനകത്ത് മുടി ഇരിക്കുന്നു. ആ മുടി ഉള്ളപ്പോൾ എന്തിനു മറ്റുള്ളത് സ്വീകരിക്കണം? അത് കറക്റ്റ് ഗെയിമാണ് അവിടെ അനുമോള് കളിച്ചത്. അതിനുശേഷം അതിൽ ദോഷാകുലനായി ഒക്കെ അനീഷ് എല്ലാം അടിച്ചു പൊട്ടിച്ചു, അനീഷിന്റെ ബോട്ടിലൊക്കെ എടുത്ത് എറിഞ്ഞു. ഇതൊക്കെയാണ് നടന്നത്. അനീഷിന് ദേഷ്യം വന്നു. എല്ലാവരും നോക്കുമ്പോ എന്താണ്, അനീഷ് അവിടെ ദേഷ്യപ്പെട്ട് എല്ലാം എടുത്ത് കളഞ്ഞു, അനീഷ് അവിടെ ഷോ കാണിച്ചാന്ന് പറയും. അനീഷും ഒരു മനുഷ്യനാണ്. അനീഷ് അവിടെ ഗെയിം കളിക്കാനാണ് വന്നത്. എല്ലാവരും അനീഷിനെ കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ദിവസം നന്മമരമായിരുന്നു, ഇപ്പൊ പെട്ടെന്ന് ആളങ്ങ് മാറി, സ്വഭാവം റിയൽ ഫേസ് വെളി വന്നെന്ന് ആയിരിക്കാം. ഇതായിരിക്കാം പുള്ളിയുടെ റിയൽ ഫേസ്. സമ്മതിച്ചു. ഈ ഗെയിമിന് എന്താണ് കുഴപ്പം? പുള്ളി എപ്പോഴും നന്മമരമായിട്ട് എല്ലാവരും കൂടെ പോയി തുളത്ത് കയറുമ്പം അതും കേട്ടോണ്ടിരിക്കണോ? ഈ അനുമോളും ഈ അനീഷും ഇത് ഈ ഷാനവാസിനും മാത്രമേ ഉള്ളൂ ഈ ക്രൈറ്റീരിയ. അവിടെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഓരോരുത്തർ വന്ന് കമന്റിലും ഇതിലൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാല്, അല്ലെങ്കിൽ ഓരോരുത്തർ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും അപ്പൊ ഇവർക്ക് മാത്രമായിട്ടാണോ ബിഗ് ബോസിന്റെ ക്രൈറ്റീരിയ എന്നുള്ളത്? മറ്റൊന്നുമല്ല. ഇവരെ എല്ലാരും ചെയ്യുന്നതെല്ലാം സഹിച്ചും ക്ഷമിച്ചും ഒക്കെ ഇങ്ങനെ നിൽക്കണം. പക്ഷെ അവര് തിരിച്ചു ചെയ്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവായി, പുണ്യാളനായിരുന്നു, ഇപ്പൊ മാറി എന്നൊക്കെ പറയുന്നു. അനീഷ് ഒരിക്കലും പുണ്യാളനൊന്നും അല്ല. അനീഷ് അവിടെ ഗെയിം കളിക്കാൻ വന്നു, അനീഷിന്റെ ഗെയിം കളിക്കുന്നു. അനീഷിന് ഇപ്പൊ ഗെയിം മാറ്റി പിടിക്കണം തോന്നി, അനീഷ് മാറ്റി പിടിക്കുന്നു. അത് നെഗറ്റീവ് ഓർ പോസിറ്റീവ്. ഇതിനു മുമ്പും ഗെയിമുകൾ നടന്നിരുന്നല്ലോ. അവിടെ പലരും അവിടെ പലരും ഇങ്ങനെ ചാർജ് എടുത്ത് ഏറ്റെടുത്തിരുന്നല്ലോ. അതുപോലെ പലരും അവിടെ ഗെയിം കുളമാക്കിയിരുന്നല്ലോ. അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു ചേതോവികാരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. എങ്ങനെ തലകുത്തി എന്ന് പറഞ്ഞാലും ചിന്തിക്കുന്നവർക്കറിയാം
ഇതൊരു ഗെയിം സ്പിരിറ്റിൽ മാത്രമേ എടുക്കൂ. ഇതിനകത്ത് അനുമോളെ നെഗറ്റീവ് ആക്കാനും അനീഷിനെ നെഗറ്റീവ് ആക്കാനോ ഷാനവാസിനെ നെഗറ്റീവ് ആക്കാനോ അങ്ങനെയൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു വന്നത് അനീഷ് എന്തുകൊണ്ടാണ് അനീഷ് അവിടെ ദേഷ്യപ്പെടാൻ കാര്യം നമ്മൾ കാണുമ്പോൾ എന്താണ് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് എല്ലായിടത്ത് കളയുന്നു എന്നുള്ളതാണ്. പക്ഷെ അതല്ല, അതിനു മുമ്പ് കുറച്ച് വിഷയങ്ങൾ നടന്നിരുന്നു. ആദില നൂറ ഇന്നലെ മുതൽ ചൊറിച്ചിലാണ്. ഇന്നലെ നല്ല കുറെ ദിവസമായിട്ട് അനീഷിനോട് ചൊറിച്ചിലാണ്. ഇന്നലെ ടാസ്ക് തുടങ്ങിയത് പിന്നെ അത് കുറച്ച് കൂടിയിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് അനീഷ് പറഞ്ഞായിരുന്നു നൂറ എനിക്കിഷ്ടമല്ല അല്ലെങ്കിൽ ആദിലെ എനിക്കിഷ്ടമല്ല, അല്ലെങ്കിൽ ആദിലയുമായിട്ടൊരു വിഷയം നൂറയെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അത് നൂറയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെന്തോ അനീഷ് അതൊരു മനസ്സിൽ വെച്ച് പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു ദേഷ്യത്തിന്റെ മേളിൽ അങ്ങാണ്ട് പറഞ്ഞതാണ്. പക്ഷെ അതെല്ലാം കൂടെ മനസ്സിലെടുത്ത് നൂറ അനീഷിനെതിരെ ആദിലയ്ക്ക് നേരത്തെ ദേഷ്യമുണ്ട്. അപ്പൊ ആദിലയും നൂറയും കൂടെയാണ് ഇപ്പോൾ അനീഷിനെ പുറകെ നടന്ന് ശല്യം ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്യുന്നത്. ഇന്ന് എന്താണ് സംഭവിച്ചത്? ഇന്ന് അവിടെ ആ ബോട്ടിൽ ടാസ്ക് നടക്കുന്ന സമയത്ത് ആദില പറയുന്നു എന്റെ അടുത്ത് 2-3 ബോട്ടിലുണ്ട്, അത് ഞാൻ തരാം, നിങ്ങൾ എത്ര കോയിൻ തരും എന്ന് ചോദിക്കുന്നുണ്ട്. അനീഷ് അവിടെ മാന്യമായിട്ട് പറഞ്ഞു, ഇപ്പൊ നമ്മളോട് ഒരാള് ഒരു പ്രോഡക്റ്റ് കൊണ്ടുവരികയാണ് പറഞ്ഞപ്പോ ഉറപ്പായിട്ടും ആ പ്രോഡക്റ്റിന്റെ സാമ്പിൾ നമ്മുടെ കൊണ്ടുവരും. അത് സാമ്പിൾ കണ്ടിട്ടാണല്ലോ നമ്മൾ തീരുമാനിക്കുന്നത് എത്ര എടുക്കണം എത്ര എടുക്കണ്ട എന്നൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ വേണോ വേണ്ടായോ എന്നുള്ളത്. പക്ഷെ ഇവിടെ പോയി ആദില പറയുന്നത് എന്താണ്, എന്റെ കയ്യിലുണ്ട് പക്ഷെ എത്ര കോയിൻ തരും. അപ്പൊ അനീഷ് പറഞ്ഞു ഒരു കാര്യം ചെയ്, ബോട്ടിൽ ഇവിടെ കൊണ്ടുപോവാ, അത് നല്ല ബോട്ടിലാണെങ്കിൽ ഞാൻ എടുത്തോളാം, അപ്പൊ വില പറയാം. അത് ന്യായമായ കാര്യമാണ്. അപ്പോൾ അത് ഇപ്പൊ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. അവിടെ ബോട്ടിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിപ്പറിക്കുകയാണ്, അതുകൊണ്ടായിരിക്കാം. കറക്റ്റ് കാര്യങ്ങൾ കറക്റ്റ് ഗെയിമിന്റെ രീതിയിൽ പറയണമെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവിടെ അനീഷിന് അങ്ങനെ പറഞ്ഞുകൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോഴത്തേക്ക് ആദിൽ അവിടെ കയറി ടേബിളിന്റെ മേളിലും കയറിയിരുന്നു വെച്ചാൽ അനീഷിന് കൊടുത്തിരിക്കുന്ന ഏരിയയിലെ ടേബിളിന്റെ മേളിൽ ആ ഒരു കട പോലെയാണല്ലോ, ഒരു ജ്യൂസ് സെന്റർ പോലെ, ചെക്ക് ചെയ്യുന്ന ഒരു ജ്യൂസ് സെന്റർ പോലെ. അപ്പം അവിടെ പോയി കയറി അതിന്റെ മേളിൽ കയറുന്നപ്പം അനീഷ് പറയുന്നുണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ പറയുന്നുണ്ട്, അവിടെ ഇരിക്കരുത് ഇറങ്ങാൻ പറയുന്നുണ്ട്. ആ സമയത്ത് നൂറ പോയിട്ട് ബോട്ടിൽ തട്ടിക്കളയുന്നു, അനീഷിന്റെ അടുത്തിരിക്കുന്ന ബോട്ടില്. അത് ഇന്നലെയും ഇതുപോലെയായിരുന്നു, അവിടുത്തെ ബോട്ടിലുകളൊക്കെ തട്ടിക്കളഞ്ഞിരുന്നു. ആ സമയത്ത് അനീഷ് എന്ത് ചെയ്തു? അനീഷ് ദേഷ്യം വന്നു. അനീഷ് അവിടുന്ന് വെള്ളം എടുത്ത് ഇങ്ങനെ ദേഹത്തോട്ട് ഒഴിച്ചു. ആ സമയത്ത് ആദില എന്ത് ചെയ്യുന്നുണ്ട്? ആദില ആ വെള്ളം മൊത്തവും കമത്തിക്കളയുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴും ഇവർ രണ്ടുപേരും ഒരു കണ്ടസ്റ്റന്റ് ആണോ? അല്ലല്ലോ. ഇപ്പോൾ ആദിലെ പറയുമ്പോൾ നൂറയ്ക്ക് നോവും, നൂറെ പറയുമ്പോൾ ആദിലയ്ക്ക് നോവും. എന്നുവെച്ചാൽ ആദില ഒരു വിഷയം ഒരാളുമായിട്ട് ഉണ്ടാക്കിയാൽ നൂറ ഏറ്റുപിടിക്കും, നൂറ ഒരു വിഷയം ഉണ്ടാക്കിയാൽ ആദില ഏറ്റുപിടിക്കും. എന്നാ പിന്നെ ഇവരെ ഒറ്റ കണ്ടസ്റ്റന്റ് ആയിട്ട് അങ്ങ് നിർത്തിയാൽ പോലായിരുന്നു, ഇതിനെ രണ്ടാക്കിയത്. അതുപോലെ തന്നെ ആ ഒരു ദേഷ്യത്തിന്റെ മേളിലാണ് ഇവിടെ അനീഷ് നിന്നത്. ആ സമയത്താണ് ചെക്കിങ് വരുന്നത്, അതുകൊണ്ട് കൊടുക്കുന്നത്. അപ്പൊ അനീഷ് നോക്കിയപ്പോ എല്ലാരും കൂടെ എന്നെ കോർണർ ചെയ്യുന്നു. അതുപോലെ തന്നെ ആദില നൂറ ഈ പറയുന്ന അനുമോളുമായിട്ട് കമ്പനിയാണ്. സ്വാഭാവികമായിട്ട് അനീഷ് ചിന്തിച്ചിരിക്കാം, ഇനി എന്നെ ഇവർ 3 പേരും കൂടെ ചേർന്ന് പണിയുവാണോ എന്ന്. നോർമൽ അല്ലേ, ഏത് മനുഷ്യനായാലും ചിന്തിച്ചു പോകും. അങ്ങനെ ഒരു ദേഷ്യത്തിന്റെ മേളിലാണ് അത് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അനീഷിന്റെ കൺട്രോൾ വിട്ടപ്പോഴാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ അനീഷും അവിടെ ഗെയിം കളിക്കാൻ വന്നതല്ലേ, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നത് എല്ലാം സഹിച്ച ഇത്ര 50 ദിവസം എന്തായാലും ഇവരെന്തെല്ലാം പറഞ്ഞു എന്തെല്ലാം ചെയ്തു, എന്നിട്ട് പോലും മാന്യമായ രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് ഒരു മനുഷ്യന്റെ കൺട്രോൾ വിട്ടുപോകും. അങ്ങനെ വിട്ടുപോയിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അനുമോൾ, ഞാൻ ഈ പറഞ്ഞ പോലെ സെയിം കേസ്, അനുമോൾ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളല്ലോ കുറ്റം. ഞാൻ ഇന്നലെയും പറഞ്ഞു, അനുമോൾക്ക് ഒരൊറ്റ നെഗറ്റീവ് വരാൻ പോകുന്നത് ഒരു കാര്യമേ ഉള്ളൂ, ആദില നൂറയുമായിട്ടുള്ള കമ്പനി. പ്ലാനിങ്ങിൽ ഈ അനുമോൾ ഇല്ല എന്ന് പറഞ്ഞാലും ചില സാഹചര്യത്തിൽ അനുമോൾ അതിനകത്ത് പെട്ടുപോകും. ആ പെടൽ ഒന്നൊന്നര പെടിയിലായിരിക്കും. ഒരു ടാസ്കും മാന്യമായിട്ട് ഇവിടെ നടന്നിട്ടില്ല, നല്ല രീതിയിൽ നടന്നിട്ടില്ല, ഇനി നടക്കാനും പോകുന്നില്ല. ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. എല്ലാം ഇങ്ങനെ റിജക്ട് ചെയ്ത് പോത്തേ ഉള്ളൂ. ടാസ്ക് ഉളവാക്കുന്നു എല്ലാം ഓക്കെ, എന്നാലും ഒന്ന് ഉഷാറായി വന്നിട്ടുണ്ട്. കാരണം എന്താണ്, അനീഷ്, ഷാനവാസ്, ഈ പറയുന്ന അനുമോള്, ഇവരൊക്കെ കണ്ടന്റ് കൊടുക്കാൻ തുടങ്ങി. ഇവര് 3 പേരും ടച്ചിന് നിന്ന് കണ്ടന്റ് കൊടുക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ലൈവ് എല്ലാം കാണുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഒരു സുഖം വന്നിട്ടുണ്ട്. ഈ അലപ്പാണ്, എല്ലാം ശരിയാണ്, അലപ്പാണ്, നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഒക്കെ തോന്നും. എന്നാലും അത്യാവശ്യം കണ്ടന്റുകളൊക്കെ പോകുന്നുണ്ട്. ഇതിനു മുമ്പ് എന്തുമായിരുന്നു, ഇപ്പൊ അക്ബർ ഡൗൺ ആയില്ലേ, ഓരോരുത്തർ ഡൗൺ ആയി. നോക്കുവാണെങ്കിൽ ഇപ്പുറത്തെ അക്ബർ എല്ലാം ഡൗൺ ആയി. ആ ഒനിയിൽ മാത്രമുണ്ട് എന്തെങ്കിലും സംസാരിക്കുന്നത്, ജിഷിനും. ഗെയിം നടക്കട്ടെ, നമുക്ക് കണ്ടന്റ് അല്ലേ വേണ്ടത്, കണ്ടന്റ് വരട്ടെ. അവിടെ പോയിട്ട് പുണ്യാളനുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും അല്ലല്ലോ ആ ബിഗ് ബോസിൽ നിന്ന് എഴുതി കൊടുത്തു വിടുന്നത്. എന്തായാലും അവരുടെ ഗെയിം അവർ കളിക്കുന്നു. അക്ബറിന്റെ ഗെയിം അക്ബർ കളിച്ചല്ലോ. അക്ബർ എത്രമാത്രം നെഗറ്റീവ് ഗെയിം കളിച്ചു, എന്നിട്ട് അക്ബറിനെ അവിടുന്ന് പുറത്താക്കിയോ ആരെങ്കിലും? അക്ബറിന് ഫാൻസ് ഉണ്ടായല്ലോ. പക്ഷെ അത്രയൊന്നും നെഗറ്റീവ് ഗെയിം ഒന്നും ഇവിടെ അനീഷോ ഈ പറയുന്ന വേറെ ആരും കളിച്ചിട്ടില്ല. ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു, അക്ബറിനെ എല്ലാവരും കൂടെ പോയി അക്ബറിന്റെ ബോട്ടിൽ എടുക്കുന്നു. അപ്പോഴത്തേക്ക് അക്ബറിന്റെ കയ്യിൽ നിന്ന് എല്ലാവരും ബോട്ടിൽ പറിച്ചുകൊണ്ട് പോകുന്നു. അതൊരു ഭയങ്കര സാഡ് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഇറക്കിയിരിക്കുന്നു. അക്ബറിന്റെ കയ്യിൽ നിന്നും ബോട്ടിൽ തട്ടിപ്പറിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇടാൻ അറിയാം. അപ്പൊ ഈ അനുമോളെ അക്ബറിന്റെ നേതൃത്വത്തിൽ അവിടെ 18 പേരും കൂടെ ചേർന്ന് ആക്രമിച്ചപ്പോൾ ഈ സാഡ് സോങ് ഒന്നും കണ്ടില്ല, ഈ ഒരു ചേതോവികാരം അവിടെ കണ്ടില്ല. അപ്പൊ അപ്പന കൊള്ളുമ്പം നോവുന്നുണ്ട്, അത്രേ ഉള്ളൂ അതിനകത്ത്. ഓക്കെ, എന്തായാലും
ഞാൻ പറഞ്ഞിട്ട് ഇനി എന്തായാലും മര്യാദയ്ക്ക് ഒരു ഗെയിം ഒന്നും നടക്കത്തില്ല. എന്തായാലും അനീഷിന്റെ ഗെയിം കളിക്കട്ടെ, അനുമോളുടെ ഗെയിം കളിക്കട്ടെ, എല്ലാവരും നമുക്ക് വിലയിരുത്താം. അത്രേ ഉള്ളൂ. എന്തായാലും ഈ ഒരു ഗെയിമിനെ വെച്ച് ഇപ്പൊ ഇവരെ വിലയിരുത്തിക്കൊണ്ട് ഇവര് മൊത്തത്തിൽ ഫ്ലോപ്പ് ആണ് എന്നൊന്നും പറയാൻ കഴിയില്ല. തെറ്റുകൾ പറ്റും. അത് ഗെയിം കളിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റ് പറ്റും. അവരുടെ വിചാരത്തിനൊക്കെ വെളിയിലായിരിക്കും, അവരുടെ കൺട്രോൾ വിട്ടുപോയതായിരിക്കും. ആയിക്കോട്ടെ, അപ്പം ഗെയിം എന്തായാലും മുന്നോട്ട് പോട്ടെ. മറ്റൊരു കാര്യം, ഇന്ന് ജിസേലിനെ അടിച്ചിരുത്തിയിട്ടുണ്ട്. മറ്റാരുമല്ല, നമ്മളുടെ ലക്ഷ്മി. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ട് ബോധിച്ച്. എന്നുവെച്ചാൽ രണ്ടു ദിവസമായിട്ട് ഇപ്പം ജിസേലിന് നല്ല പണി കിട്ടുന്നുണ്ട്. കാരണം വീട്ടുകാരെല്ലാരും അറിഞ്ഞു അടിപ്പാവാട വരെ അലക്കി കൊടുക്കുന്നത് ഈ പറഞ്ഞ ആര്യനാണെന്നുള്ളത്. എന്നുവെച്ചാൽ ആര്യൻ ബക്കറ്റിൽ എടുത്ത് തുണിയൊക്കെ എടുത്ത് നനയ്ക്കുന്നതും എടുക്കുന്നതും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ അത് ചർച്ചാ വിഷയമായിട്ടുണ്ട്. ആ വീട്ടിനകത്ത് A to Z വർക്ക് മൊത്തം ചെയ്തു കൊടുക്കുന്നത് ഈ പറയുന്ന ജിസേലിന് ആര്യനാണ്. തുണി നനച്ചു കൊടുക്കുന്നു, ബാത്റൂം കഴുകി കൊടുക്കുന്നു. ജിസേലിനെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കയ്യിൽ കൊണ്ട് നടക്കുകയാണ്. ഞാനിത് നോക്കിയപ്പം ജിസേല് ചോറൊക്കെ വാരി കൊടുക്കുന്ന കണ്ടു ആര്യന്. എന്തായാലും ആര്യൻ ഇതിനകത്തുനിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ. പക്ഷെ ഊരാൻ പറ്റാത്ത ഒരവസ്ഥ, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ആര്യനെ അങ്ങനെ ഒരു പിടിയിൽ പെടുത്തി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഗെയിം 2 ദിവസമായിട്ട് ഗെയിം കണ്ടതിൽ ആര്യൻ നല്ലപോലെ ഗെയിം കളിച്ചിട്ടുണ്ട്. അത് ഡീസെന്റ് ആയിട്ട് രീതിയിൽ വലിയ അലമ്പൊന്നും ഇല്ലാതെ, എന്തോ പറ്റിയെന്ന് അറിയത്തില്ല, വലിയ അലമ്പൊന്നും നടത്താതെ ഗെയിം നല്ലപോലെ കളിച്ചതായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മി വേറൊന്നുമല്ല, പ്രായത്തിന്റെ കാര്യം ചോദിച്ചു. അതുപോലെ തന്നെ മലയാളത്തിൽ സംസാരിക്കത്തില്ല. ഈ പറഞ്ഞ ജിസേലും ആര്യനും എപ്പോഴും ഇംഗ്ലീഷിൽ തന്നെയാണല്ലോ ഈ സംസാരം. അപ്പം ഇന്ന് അതൊരു സംസാര വിഷയമായി അവിടെ. അപ്പൊ അവിടെ ലക്ഷ്മി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. മലയാളം ഇല്ലാതെയും മലയാളം ബിഗ് ബോസ് കളിക്കാനും പറ്റും. അതുപോലെ തന്നെ ഗ്യാസ് ഇല്ലാതെയും കണ്ട ജിസി വിളിക്കുന്ന ആൾക്കാർ നീ ഡൗട്ട് ചെയ്യുവാണ്. ഡൗട്ട് ചെയ്താണ് എന്നെ അവര് ഒന്നും അറിയത്തില്ല, മലയാളമേ അറിയത്തില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആദ്യത്തെ ദിവസം വന്നിട്ട് എനിക്ക് നല്ല പച്ച മലയാളം അറിയാം. അത് കഴിഞ്ഞ് പിന്നെ അയ്യോ എനിക്കറിയത്തില്ല, എന്താ പറഞ്ഞേ, ഉരുളക്കിഴങ്ങ് എന്തുവാ, ഉള്ളി എന്തുവാ, സവോള എന്തുവാ. കറക്റ്റ് അല്ലയോ? ജിസേല് ആദ്യത്തെ ഇതിൽ വന്നപ്പോ എനിക്ക് മലയാളം നല്ല അറിയാന്നാ പറഞ്ഞത്. എനിക്ക് എല്ലാം മനസ്സിലാവും, ഞാൻ പറയുന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഫുൾ ടൈം ഇപ്പൊ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെയാണ് സംസാരം. ആര്യനുമായിട്ടായിക്കോട്ടെ, അക്ബറിനോടായിക്കോട്ടെ, എല്ലാവരോടും. അതുപോലെ പ്രായം കുറച്ച് പറഞ്ഞ കാര്യങ്ങൾ. മലയാളം ബിഗ് ബോസിലേക്ക് വരിക ഇപ്പൊ ഇവിടെ നടക്കുന്ന ഒരു കാര്യമാണ്. മലയാളം ബിഗ് ബോസിൽ വരുന്നു, ഇവിടെ വന്നിട്ട് ഹിന്ദിയും ഇംഗ്ലീഷും മാത്രം സംസാരിക്കുന്നു. ഞാൻ ഹിന്ദി ബിഗ് ബോസ് കാണുന്നുണ്ട്, കുറച്ചൊക്കെ കാണുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതിനകത്ത് ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ ഉണ്ടല്ലോ, ഉടനെ ബിഗ് ബോസ് വിളിച്ച് പറയും ഹിന്ദി സംസാരിക്കാൻ. തമിഴിലും അതുപോലൊക്കെ തന്നെയാണ്. കൂടുതലൊക്കെ ഇംഗ്ലീഷൊക്കെ പറയുന്ന അവർ കർശനമായിട്ട് പറയും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ജിസേലും ആര്യനും ആയതുകൊണ്ട് അറിയാലോ, ഒരു തണുപ്പം മട്ട് അതെന്താണെന്ന് നമുക്കറിയാം. ലാലേട്ടനും അതുപോലൊക്കെ തന്നെ. അപ്പം അവിടെ വരുമ്പോ ആരും അങ്ങനെ ശരിക്കുള്ള പണിഷ് ചെയ്യുന്നില്ല. ബിഗ് ബോസ് പോലും ശരിക്കും പണിഷ് ചെയ്യുന്നില്ല. 1-2 പ്രാവശ്യം പറഞ്ഞു നിർത്തി, അത്രേ ഉള്ളൂ. ലാലേട്ടൻ വന്നാലും ഒന്ന് ചോദിച്ച് ജിസേൽ എന്ന് വിളിച്ചൊന്ന് ചോദിച്ച് അതങ്ങ് വിട്ടാലായി. അതുകൊണ്ട് ഇവർക്ക് അതിലൊന്നും ഒരു മൈൻഡ് ഒന്നും ഇല്ല. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്തായാലും നല്ല ശരിക്ക് കൊടുക്കുന്നുണ്ട് ലക്ഷ്മി. വഴക്കുണ്ടാക്കി അയ്യോ ഷാനവാസ്, അയ്യോ സാബുമാൻ, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കി. എനിക്ക് മലയാളം അറിയില്ല. അങ്ങോട്ട് ചോദിക്കൂ, ഇങ്ങോട്ട് ചോദിക്കൂ. ഞാൻ നിങ്ങൾക്ക് ഇത്ര ചപ്പാത്തി തന്നില്ലേ, ഇത്ര ആലു പൊറോട്ട തന്നില്ലേ, എന്റെ വലിയ മനസ്സ് കണ്ടോ. പക്ഷെ എനിക്ക് മലയാളം അറിയത്തില്ല, എനിക്ക് അർത്ഥങ്ങളും അറിയത്തില്ല. വായിച്ചാരൊക്കെ ഇപ്പം മിണ്ടാതിരിക്കുകയും ചെയ്യണം. എന്നൊരു അടിപൊളി വലിയ ഗെയിമറാ. നമ്മൾ വെളിയിൽ പറയുന്ന കാര്യം തന്നെയാണ് ലക്ഷ്മി അകത്തെന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഈ ആലു പൊറോട്ടയും ഇതെല്ലാം വാങ്ങിച്ചു കഴിച്ചവർക്കൊന്നും ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. ഞാൻ എന്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അക്ബർ എന്താണ് മിണ്ടാത്തത്? അക്ബറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അക്ബർ അങ്ങോട്ടും തുറന്ന് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫുഡ് ഇഷ്ടംപോലെ തട്ടിയിട്ടുണ്ട്. ഇതെല്ലാം വെട്ടി തുറന്നങ്ങ് പറയും. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പോലും ജിസേല് എടുത്ത് പറഞ്ഞു കളയും ഒരു വഴക്കുണ്ടാകുമ്പോൾ. അതുകൊണ്ടാണ് അക്ബർ ഒരു നൈസ് രീതിയിലൊക്കെ പോകുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ലക്ഷ്മി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ലക്ഷ്മി പറയുന്നുണ്ട്, ഇവ ജിസേലിനോട് ആരെങ്കിലും, നമ്മൾ ആദ്യം എല്ലാം ഇത് കണ്ടവർക്കറിയാം, ഈ എപ്പിസോഡും ലൈവും എല്ലാം ആദ്യം മുതലേ കണ്ടവർക്കറിയാം. ലൈവ് കണ്ടവർക്കായിരിക്കും കൂടുതൽ അറിയാവുന്നത്. എന്നുവെച്ചാൽ അവിടെ എന്തെങ്കിലും വഴക്കുണ്ടാകുമ്പോൾ, ജിസേലുമായിട്ട് അനുമോള് വഴക്കുണ്ടാക്കിയാലും വേറെ ആരും വഴക്കുണ്ടാക്കിയ ഉടനെ ജിസേല് പറയുന്ന ഒരു വാക്കുണ്ട്, എനിക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾ പറയൂ നിങ്ങളല്ലേ കൂടെ ഉണ്ടായിരുന്നത് അക്ബറിനെയും അപ്പാനിയും ഒക്കെ എടുത്തിടുന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് വലുതായിട്ട് പറയാൻ അറിയത്തില്ല, അതുകൊണ്ട് നിങ്ങൾ അങ്ങ് പറഞ്ഞോളാം. പക്ഷെ എല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് വീഴുന്ന ആരാ? അക്ബറും അപ്പാനിയും. ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുമ്പോഴും ആരെങ്കിലും ഒക്കെ പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് ഇവരെപ്പോഴും കൂടെ കാണും ബോഡി ഗാർഡായിട്ട്. നമുക്കറിയാമല്ലോ, ഇവർ കുറച്ചുപേര് ബോഡി ഗാർഡായിട്ട് ജിസേലിനെ ഇങ്ങനെ താങ്ങി കുഞ്ഞുവാവയെ കൊണ്ട് നടക്കുമായിരുന്നു. അതിനെക്കുറിച്ചാണ് ഇവിടെ ലക്ഷ്മി പറയുന്നത്. ലക്ഷ്മി കണക്കിന് കൊടുത്തിട്ടുണ്ട്. ഉത്തരം മുട്ടിപ്പോയി. ജിസേൽ ഇവനെ ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ പറയുന്നുണ്ട് അക്ബർ സംസാരിക്കൂ, ഷാനവാസ് സംസാരിക്കൂ, എനിക്കൊന്നും അറിയത്തില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനൊക്കെ ഗെയിം കളിച്ചാൽ മതിയല്ലോ, ഇതാണല്ലോ ഗെയിം എന്നുള്ള രീതിയിലാണ് അവിടെ ലക്ഷ്മി പറയുന്നത്. ജിസേലിനെ ശരിക്കും പൊളിച്ചടുക്കി. 2 ദിവസമായിട്ട് ജിസേലിനെ നല്ല പൊളിച്ചടുക്കുന്നുണ്ട്. അതുപോലെ ആര്യനെയും. ഇവര് തമ്മിലുള്ള ഒരു ബന്ധം അന്ന് അനുമോള് തുറന്നു കാണിച്ചപ്പോഴത്തേക്ക് ഇവിടെ അനുമോളെ വന്നിട്ട് ഫയറിങ്ങും എന്തൊക്കെയായിരുന്നു, കുലസ്ത്രീ ഇതൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പൊ വീട്ടിൽ ഓരോരുത്തരും പറഞ്ഞു തുടങ്ങി കേട്ടോ ഇവരുടെ ബന്ധത്തെ കുറിച്ച്.
അതിനെക്കുറിച്ച് നമുക്ക് സ്പെഷ്യൽ ആയിട്ടൊരു വീഡിയോ ചെയ്യേണ്ടി വരും. മൊത്തത്തിൽ നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടുപേരും തമ്മിൽ എന്താണ് ബന്ധം, ഫ്രണ്ട്ഷിപ്പ് ആണോ? ലാലേട്ടൻ വന്നിട്ട് നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് അല്ലേ, അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പോയില്ലേ. എന്തായാലും ഇപ്പൊ ആ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെ അകത്ത് നല്ലതുപോലെ സംസാരം നടക്കുന്നുണ്ട്. ബിന്നി സംസാരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലക്ഷ്മി സംസാരിക്കുന്നുണ്ട്, ആദില നൂറ, അങ്ങനെ ഉള്ളവരെല്ലാം ആ വീട്ടിൽ ഒരുമാതിരിപ്പെട്ടവരെല്ലാം സംസാരിക്കുന്നുണ്ട് ഇവരുടെ വിഷയങ്ങൾ. അതുപോലെ ഒനീല്, ജിഷിന്, അബി, ഇവരെ എല്ലാരും ആ വീട്ടിലുള്ള എല്ലാവരും സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പല പല കാര്യങ്ങൾ ഇനിയും വെളിയിൽ വരാനുണ്ട് ഇവരെ കുറിച്ച്. എന്തായാലും വെളിയിൽ വരുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കുഞ്ഞനിയനെ വെളുപ്പിച്ച് വെളിയിലും വന്ന് വെളുപ്പിക്കുന്നുണ്ടായിരുന്നു. ശോഭ ചേച്ചി ഇതൊക്കെ കണ്ടിട്ട് ഇനി എന്തൊക്കെ വെളുപ്പിക്കാൻ വരുമെന്ന് അറിയത്തില്ല. അനുമോളുടെ ബെഡിൽ കയറി കിടന്നിട്ട് ഞാൻ ചരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും ഒക്കെ നോക്കിയിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ ആളാണ്. കുറെ ആയിട്ട് വെളിയിലോട്ട് വരുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. എന്തായാലും ഇനി പോകെ പോകെ ഓരോന്നും വെളിയിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇതൊക്കെയാണ് ചുരുക്കം. ടാസ്കും ഇതൊക്കെ നടന്നുള്ളൂ. വേറെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്കതായിട്ടൊന്നും ഇന്ന് എപ്പിസോഡിലൊന്നും നടന്നിട്ടില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.